ക്ഷമിക്കാൻഡി. സുധിയുടെ നല്ലതിനു വേണ്ടിയാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ശരിയാണ്, അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ നീ വളർന്ന് ഇത്രയും വലിയൊരു തല്ലിപ്പൊളിയാകുമെന്ന് ഞാൻ അറിഞ്ഞോ? എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യം ഒരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും. ഓരോരോ പ്രായത്തിൽ ഓരോരോ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും. ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട്. അമ്മ എന്നോട് ക്ഷമിക്കും. ആരായാലും ഒന്ന് പൊട്ടിച്ചിട്ടേ ഞാൻ ക്ഷമിക്കത്തുള്ളടാ. നീ കട തുടങ്ങിയത് നിന്റെ ഭാര്യയുടെ അച്ഛന്റെ കാശുകൊണ്ടല്ല, ഈ അച്ഛന്റെ കാശുകൊണ്ടാ. കേട്ട് പഠിക്കടാ. ബാക്കി പറ. അല്ല, അതുകൊണ്ട് ഇനി മുതൽ കടയുടെ ഉടമ നീയല്ല, അച്ഛനാ. എടാ, ഇതിന്റെ ഇടയ്ക്ക് നീ എന്തിനാണ് അച്ഛനെ വിളിച്ചുകൊണ്ട് വരുന്നേ? ഇതാണ് എന്റെ തീർപ്പ്. അത് വേണോ? വേണം. രാമോദര, നീ എന്ന് വേറെ ആളെ നോക്ക്. ഈ പ്രശ്നം നടക്കില്ല. ഒടുവിൽ ഈ അച്ഛന്റെ സമ്പാദ്യവും അധ്വാനവും സ്വന്തം കൈകളിലേക്ക് തന്നെ തിരികെ എത്തുന്നു. എന്റെ ഈശ്വര, ആരാ മനസ്സിലായില്ലല്ലോ. ഇവിടുത്തെ പണി പോയി. അത്യന്തം നാടകീയവും ആകാംക്ഷാഭരിതവുമായ എപ്പിസോഡുകളുമായി പട്ടി എന്റെ ഒക്കെ കുടുംബം തകർത്തിട്ട് വേണോ അല്ലേടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ? അങ്ങനെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കുടുംബം വെച്ച് സൂചിക്കണ്ട.